ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും യഹൂദരും തമ്മിലുള്ള വാദപ്രതിവാദമാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ഈശോ അവിടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ പിശാചിൽ നിന്നുള്ളവരാണ്. അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു പ്രസ്താവനയാണ്. കാരണം അവരാരാണ്? യഹൂദരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും വലിയ ബഹുമാനാദരവോടെ പാലിച്ച് ജീവിക്കാൻ വേണ്ടി കരുണയും ശ്രമിക്കുന്നവരാണ്. ദൈവഭക്തി അവരിൽ ദൈവഭക്തരായിരുന്നു, ദൈവനിയമത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ളവരെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ പിശാചിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്? നമ്മൾ ശ്രദ്ധയോടെ പഠിക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദി മാതാപിതാക്കന്മാരുടെ പാപത്തെപ്പറ്റി അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു ആദി മാതാപിതാക്കൻ പാപം? ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് പിശാചിനെ അവർ സ്വീകരിച്ചു. ദൈവമായ കർത്താവ് എന്താ പറഞ്ഞത്? ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത്, തിന്നുന്ന ദിവസങ്ങൾ മരിക്കും. അടുത്ത രംഗത്ത് ആരാ വരുന്നത്? പിശാച വരുന്നത് പാമ്പിൻ്റെ രൂപത്തിൽ. എന്നിട്ട് എന്താ പറയുന്നത്? മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹൗവ ആരുടെ വാക്ക് സ്വീകരിച്ചു? പിശാചിൻ്റെ വാക്ക് സ്വീകരിച്ചു. അവൾ പഴം പറിച്ചു തന്നു. അതോടെ അവൾ ഹൗവായി മാതാവും പിശാചിൻ്റെ ആധിപത്യത്തിലായി. ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി പിശാചിൻ്റെ ഭരണത്തിലേക്ക് മാറി. ഇതേപ്പറ്റി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏകശരീരം പോലെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധൻ 404 ഖണ്ഡികയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയാണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി. അപ്പോൾ അതിനർത്ഥം എന്താ? ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുന്ന എല്ലാവരും പിശാചിൻ്റെ ആധിപത്യത്തിലാണ്. പിശാചിൻ്റെ ആധിപത്യത്തിലാണെന്ന കാര്യം ഇവർക്കറിയാൻ പാടില്ല. അവരഭിമാനിക്കുന്ന എന്താണ്? ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ജാരസന്തതികളൊന്നുമല്ല, ഞങ്ങൾ ദൈവമാണ് ഞങ്ങളുടെ പിതാവ്. അവരുടെ ആ വംശത്തിൻ്റെയും കുലത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈശോ അവരോ വഴക്കുണ്ടാക്കിയതല്ല, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്താണ്? നിങ്ങളിപ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തിലാണ്, നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്, ഞാനാണ് രക്ഷകൻ, നിങ്ങളെന്നെ സ്വീകരിക്കണം. അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ രക്ഷപ്രാപിക്കാൻ വേണ്ടി. കർത്താവിൻ്റെ സുവിശേഷം അവർ സ്വീകരിച്ചില്ല. അവർ കർത്താവിനെ എന്ത് ചെയ്യും നമുക്കറിയാമല്ലേ? അവർ കർത്താവിനെ തക്കം കിട്ടുമ്പോഴെല്ലാം എതിർക്കും, അവസാനം തല്ലിക്കൊന്ന് കുഴിച്ചുമുടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പിശാചിൻ്റെ ആധിപത്യത്തിലാണ്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. കർത്താവ് പറയുകയാണ്, ഈ പഴം തിന്നുന്ന ദിവസം നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. 16-ാം വാക്യം ഇങ്ങനെയാണ്: അവിടുന്ന് അവരോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പക്ഷേ ആദം മരിച്ചോ? ഇല്ല. ആദം വീണ്ടും 900ഓളം കൊല്ലങ്ങൾ വീണ്ടും ജീവിച്ചെന്നാണ് വേദപുസ്തകം പറയുന്നത്.
അപ്പോൾ ഇനി മരിക്കുമെന്നതിൻ്റെ അർത്ഥം എന്താണ്? അതേപ്പറ്റി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 399 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധ ലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിന് ഹവ്വായ്ക്കും അവരുടെ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. ഉത്ഭവ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവവുമായി അവർക്കുണ്ടായിരുന്ന ഗാഢ സ്നേഹബന്ധമാണ്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് പിശാചിൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചതുകൊണ്ട് ആദിമാതാപിതാക്കന്മാർക്ക് ദൈവവുമായി അതുവരെ ഉണ്ടായിരുന്ന ബന്ധം തകർന്നു. നമ്മളും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവുമായി നമുക്ക് ഒരു ഗാഢമായ സ്നേഹബന്ധമില്ല എന്നുള്ളത് ഉറപ്പാണ്. ദൈവസന്നിധിയിലേക്ക് വരുന്നത് പോലും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി, അപേക്ഷിക്കാൻ വേണ്ടിയാണല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അത്ര പള്ളിയിൽ പോകേണ്ടത്. ഞായറാഴ്ച പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ടാകും? അല്ലെ, പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ടാകും? ഇതൊക്കെ ഓരോ ചടങ്ങ് പോലെ, ഓരോ നമ്മുടെ നമ്മൾ പതിവായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ലാതെ ഇതിനൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ഇതാര് പുനഃസ്ഥാപിക്കും? കർത്താവായ യേശു ക്രിസ്തു. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ ഏക മധ്യസ്ഥെന്ന് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏകമധ്യസ്ഥൻ. ഈശോ എന്ത് ചെയ്തു? ഈശോ നമ്മൾ ചെയ്ത ഈ പാപം ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ 1,00,000 രൂപ കടം മേടിച്ചെന്ന് വിചാരിക്കുക, ഞാനത് കൊടുത്തേ തീരൂ. ഞാൻ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേറൊരാൾ എനിക്ക് വേണ്ടി ആ കടം കൊടുത്തു തീർക്കണം. അപ്പം മനുഷ്യരെല്ലാവരും പാപം ചെയ്തു, അതിൻ്റെ കടം വീട്ടാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ഈശോ ആ പാപം മുഴുവനും സ്വന്തം തോളിൽ വഹിച്ച് അതിന് പരിഹാരം ചെയ്തു. അങ്ങനെ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിച്ചു. ഇത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കൂടെ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നൊക്കെ പറയും. കുർബാന മുഴുവനും താങ്ക്സ് ഗിവിംഗ് ആണ്. സത്യത്തിൽ എന്താണ് കുർബാന? കുർബാനയെ പറ്റി കത്തോലിക്കാ സഭയുടെ മതഗ്രന്ഥത്തിൽ വിശുദ്ധ കുർബാന നമ്മുടെ രക്ഷയുടെ ആഘോഷമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയുടെ ആഘോഷം. കർത്താവായ യേശു ക്രിസ്തു ദൈവവുമായി നമുക്ക് വന്ന ആ സ്നേഹബന്ധ തകർച്ച പരിഹരിക്കുന്നത് കുരിശിൽ മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അത്താരയിലെ ബലി ആഘോഷിക്കുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ രഹസ്യം, നമ്മുടെ രക്ഷ അൾത്താരയിലെ വിശുദ്ധ കുർബാന, അൾത്താരയിലെ ബലി അർപ്പിക്കുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ രഹസ്യം നമ്മൾ പരികർമ്മം ചെയ്യുന്നു. അപ്പോൾ ഈശോ അർപ്പിച്ച ആ പരിഹാരം, കുരിശിൽ അർപ്പിച്ച പരിഹാരം മൂലം ദൈവവുമായി നമ്മൾ സ്നേഹത്തിലായി, സ്നേഹബന്ധത്തിലായി. ഈ സ്നേഹബന്ധം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുള്ളൂ. ദൈവവുമായി അകന്നു കഴിയുന്ന വ്യക്തി എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് പരിഹാരം ചെയ്താലും ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ടാണ് ലത്തീൻ കുർബാനയെ ശ്രദ്ധിച്ചിട്ടില്ല. ലത്തീൻ കുർബാന തുടങ്ങുന്നത് എങ്ങനെയാണ്? ലത്തീൻ കുർബാന എപ്പോഴും തുടങ്ങുന്നത് പാപം ഏറ്റുപറച്ചിലിനോട് കൂടിയാണ്. വിശ്വാസികളും കാർമ്മികനും നെഞ്ചത്തടിച്ച് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആ ഏറ്റുപറച്ചിലിൻ്റെ അർത്ഥം എന്താ? ഈശോ എൻ്റെ പാപത്തിന്, എല്ലാവരുടെയും പാപത്തിന് കുരിശിൽ മരിച്ചു. ഈശോ വഴി എനിക്ക് പാപമോചനമുണ്ട്, ഈശോ വഴി എനിക്ക് രക്ഷയുണ്ട് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് ഈ കുർബാനയുടെ ആരംഭത്തിലെ അനുതാപം. ഈശോയുടെ കുരിശുമരണം മൂലം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് രക്ഷയുണ്ട്, പാപമോചനമുണ്ട് എന്ന അടിസ്ഥാന വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടിയാണ് കുർബാന തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ പറഞ്ഞ് ദൈവവുമായി രമ്യതപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ അർപ്പിക്കുന്ന ബലിയോ നമ്മുടെ പ്രാർത്ഥനയോ ദൈവസന്നിധി സ്വീകാര്യമാവുകയില്ല. ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈശോ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ, അധിക സ്ഥലത്ത് ഈശോ പോയിട്ടില്ലെങ്കിലും ഭൂമി മുഴുവൻ ഒന്നല്ലേ, ഒറ്റ ഭൂമിയല്ലേ ഉള്ളൂ, ഒറ്റ ഭൂമിയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലത്തീൻ ക്രമത്തിലുള്ള മാമോദീസ നടക്കുമ്പോൾ മാമോദീസ മുക്കുന്നതിന് മുമ്പ് ജലം വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന, മനോഹരമാണ് പ്രാർത്ഥന, ജലം വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന, അതിമനോഹരം. അതിൽ പറയുന്നതെന്നറിയാവോ? ഈശോ യോർദാൻ നദിയിൽ മാമോദീസയ്ക്ക് വേണ്ടി ആ വെള്ളത്തിൽ ചവിട്ടിയ ഉടൻ തന്നെ ലോകത്തിലെ എല്ലാ ജലാശയങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടു. അപ്പൊ ഈശോ ഈ ലോകത്തിലേക്ക് പിറന്നപ്പോൾ തന്നെ ഈ ലോകം മുഴുവൻ ഈ നാശഭൂമിയായിത്തീർന്ന ഈ പ്രപഞ്ചം വിശുദ്ധ സ്ഥലമായി മാറി. കർത്താവ് പാലസ്തീനായാലും ഗലീലയിലും ഒക്കെ നടന്നിട്ടുള്ളൂ, പക്ഷേ ലോകത്തെല്ലായിടത്തും നടന്നതിന് തുല്യമായി തീർന്നു. കാരണം ഒറ്റ ഭൂമിയേ ഉള്ളൂ. ഇനി കർത്താവ് മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾക്ക് വായിക്കുന്നത് മത്തായി 27 മർക്കോസിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ? കർത്താവ് മരിച്ചപ്പോൾ ഭൂമി കിടന്ന് വിറച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഭൂമിക്കൊരു മാറ്റം വന്നു. കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യൻ നട്ടുച്ചയ്ക്ക് അസ്തമിച്ചു, എല്ലായിടത്തും അന്ധകാരമായി, കല്ലറകൾ തന്നെ തുറന്നു. മരിച്ചുപോയവർ, വർഷങ്ങൾക്ക് മരിച്ച് മണ്ണടിഞ്ഞവരൊക്കെ എഴുന്നേറ്റ് വന്നു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തു വന്ന് പൂർണ്ണമായി രക്ഷ പുനഃസ്ഥാ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നത്. പെന്തക്കോസ്താ നാളിൽ എന്താ പറയുന്നത്? മറ്റാരിലും രക്ഷയില്ല. യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാ മതങ്ങളും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നത് ശരിയാണ്. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നത് സത്യമാണ്. പക്ഷേ ഇവയ്ക്കൊന്നിനും രക്ഷ തരാൻ പറ്റുകയില്ല. ഈ ആദത്തിന്റെ പാപം മൂലം വന്ന വിനാശം പരിഹരിക്കാൻ ഒരു മതഗ്രന്ഥത്തിലെ ഉപദേശത്തിനും പറ്റുകയില്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം മാത്രമാണ് ഇത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് ധൈര്യപൂർവ്വം പറയുകയാണ്, യഹൂദന്മാരുടെ ജെറൂസലം ദേവാലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടു. അപ്പോൾ പ്രിയപ്പെട്ട നമ്മൾ ക്രൈസ്തവരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന അത്യുന്നതമായ ഈ മഹത്വത്തെപ്പറ്റി ചിന്തിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ച നിസ്സാര കാര്യമല്ല. ക്രിസ്തുവിലെ വിശ്വാസം മൂലം നമുക്ക് രക്ഷ കൈവന്നിരിക്കുകയാണ്. അതാണ് കർത്താവ് യഹൂദന്മാരോട് തർക്കിക്കുന്നത്. നിങ്ങൾ അഭിമാനിച്ച് നടക്കല്ലേ, ഞാൻ അബ്രാഹത്തിന്റെ മക്കളാണ്, ദൈവത്തിന് സന്തതികളാണെന്ന് അഭിമാനിച്ച് നടക്കല്ലേ, നിങ്ങൾ പിശാചിന്റെ ആധിപത്യത്തിലാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെ വചനം സ്വീകരിക്കുക, എന്നെ കർത്താവായി സ്വീകരിക്കുക. അവർ സ്വീകരിച്ചില്ല. അപ്പം നമ്മൾ ഈ കുർബാന എന്താ ചെയ്യുന്നത്? നമ്മുടെ കർത്താവ് ഈ പറയുന്ന മനുഷ്യൻ്റെ പിശാചിൻ്റെ ആധിപത്യം തകർക്കാൻ വേണ്ടി ഈശോ നിർവഹിച്ച അവിടുത്തെ പരിത്രാണ കർമ്മത്തിൻ്റെ ആഘോഷ കുർബാന. പിശാചിൻ്റെ ആധിപത്യം തകർക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈശോ പൂർത്തിയാക്കിയ പരിത്രാണ കർമ്മത്തിൻ്റെ ആഘോഷമാണ് കുർബാന. അതുകൊണ്ടാണ് കുർബാന അർപ്പിക്കുമ്പോൾ അത് ശരിയാവണ്ണം പങ്കുചേരുന്നവർ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതരാകും. ഈ നാലവസ്ഥ, ദൈവവുമായിട്ടുള്ള അകൽച്ച, നമ്മുടെ തന്നെ ഉള്ളിലുള്ള വലിയ അകൽച്ച, മറ്റുള്ളവരുമായിട്ടുള്ള അകൽച്ച, പ്രപഞ്ചവുമായ അകൽച്ച, ഇതെല്ലാം പരിഹരിക്കപ്പെടും. ദൈവത്തോട് നമ്മൾ ഒന്നായിത്തീരും. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നിയന്ത്രണമുണ്ടാകും. മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കാൻ നമ്മൾ പ്രാപ്തരാകും. ഈ പ്രപഞ്ചം വീണ്ടും നമുക്ക് രക്ഷയ്ക്കുള്ള സ്ഥലമായി മാറും. ഇതെല്ലാം നിർവഹിക്കുന്ന ആരാണ്? ഈശോയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, റോമാലേഖനം 5:20 പറയുകയാണ്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വാക്യം, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ മൂലം പാപം വന്നു, യേശു മൂലം കൃപ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദിമാതാപിതാക്കന്മാർ പിശാചിൻ്റെ ഉപദേശം കേട്ട് പ്രവർത്തിച്ചത് കൊണ്ട് പാപം വന്നു. പാപത്തിൻ്റെ ഫലം എന്താ? ഉറക്കെ പറഞ്ഞേ. എന്താ മരണം? പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി പഴയ പാഠം പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പഠിക്കുന്നില്ല ഇതൊന്നും. ഞാൻ പറഞ്ഞു തന്ന് 4 കാര്യം പറഞ്ഞു തന്ന്. മരണം എന്നതാ ദൈവത്തോടുള്ള അകൽച്ച,
നമ്മുടെ തന്നെ ഉള്ളിലുള്ള അകൽച്ച, ഏറ്റവും പ്രിയപ്പെട്ടവരോടുള്ള അകൽച്ച, പ്രപഞ്ചത്തോടുള്ള അകൽച്ച, ഇതിനാണ് മരണം എന്ന് പറയുന്നത്. നീ പഴയ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പല കാര്യം എങ്ങാണ്ട് പറഞ്ഞാൽ കുപ്പടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ മനസ്സിലാക്കി പറയുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലെന്ന് പറഞ്ഞ അർത്ഥം എന്താ? വെള്ളത്തിൽ നിന്നൊരു മീനിനെ പിടിച്ച് കരക്കി വെച്ച് അങ്ങനെ ഇരിക്കും. അത് തന്നെ, വെള്ളത്തിൽ കിടക്കുന്നൊരു മീനിനെ പിടിച്ച് പ്രധാനമന്ത്രി കസേര കൊണ്ട് വെച്ചായിരിക്കുക, ഏത്തു. ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ്റെ കഥ കഴിഞ്ഞു. അപ്പം നിസ്സാര കാര്യമല്ലത്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമാണ്, ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ ആഗ്രഹിക്കാത്ത പരമദുഷ്ടതയെല്ലാം ചെയ്തു പോവുക. എന്തൊരു സ്ഥിതി! ആ മനുഷ്യൻ ജീവിക്കാതിരിക്കുന്നില്ല ഭേദം. കുറച്ചുകൂടെ ചെയ്യാൻ ആഗ്രഹിക്കുക, എല്ലാ ദുഷ്ടതയും ചെയ്തു പോകുന്നൊരു അവസ്ഥയിൽ എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ, ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവിനെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ പിന്നെ അങ്ങനെ ജീവിക്കുന്നത്? എന്തിനാ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട്? അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ചിലർക്ക് പുറത്ത് വെയിൽ കൊണ്ട് അപ്പോൾ അലർജി, അല്ലേ? ശകലം കാറ്റ് വന്നാൽ അപ്പം തുമ്മൽ. എപ്പോഴും ഈ ജീവിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു ഫാർമസി പോലെയാണ് വീടിനകത്തിരിക്കുന്ന മരുന്നുകൾ. ചില വീട് കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം മരുന്നാണെന്നറിയാമോ? ഞാൻ വിചാരിച്ചില്ല ഫാർമസി നടത്തുന്നുണ്ടോ അവർ. ഞാൻ ഒരിക്കൽ അങ്കമാലി ആശുപത്രിയിൽ എന്താണ്ട് ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും നേഴ്സ് ചോദിക്കുക, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്? നമ്മൾ ഒന്നും കഴിക്കുന്നില്ല. ഒരു മരുന്ന് കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മരുന്ന് അയ്യോ, ഒരു മരുന്ന് കഴിക്കുന്നില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു, എന്നെ മരുന്ന് കഴിപ്പിച്ച് അടക്കൊള്ളാം നിങ്ങൾ. അതായത് നമുക്ക് എല്ലാവർക്കും ഈ കർത്താവ് കൊണ്ടുവന്ന് രക്ഷ അനുഭവിച്ച് വരുന്നതൊക്കെ മാറും. അസുഖങ്ങളുണ്ടാകാതിരിക്കുകയല്ല, പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ 30 വയസ്സുള്ള സമയത്ത് ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു കുർബാന കഴിയുമ്പോൾ ഞാൻ വീഴും. രണ്ടാമത്തേന് കസേര ഇട്ടിരുന്നാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എറണാകുളത്ത് ഗാന്ധിനഗർ പള്ളി ഞാൻ വികാരിയായിരുന്നു. അവിടെ വെച്ച് ഉണ്ടായ കാര്യം ഞാൻ പറയാം. കസേര ഇട്ട് രണ്ടാമത്തെ കുർബാനയ്ക്ക് തന്നെ ഒരു 3/4 മണിക്കൂറല്ലേ സാധാരണ. ഇതുപോലെ നീണ്ട പ്രസംഗമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ അത്ര വലിയ ഭാരമുള്ള കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ കുർബാന ആകുമ്പോൾ കസേര ഇട്ടിരിക്കണം. പക്ഷേ ഈ ദൈവ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ ചില ദിവസങ്ങൾ 10 മണിക്കൂർ, ചിലപ്പോൾ 15 മണിക്കൂർ വരെ ആൾക്കാർ നിൽക്കേണ്ടി വരാറുണ്ട്. ബൈഡ് ധ്യാനവും ആന്തരികസൗഖ്യ ധ്യാനവും നടക്കുമ്പം, ഒരേ സമയത്ത് നടക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകേണ്ട ഇതാണ്, നമ്മളുടെ ആരുടെയെങ്കിലും നല്ല മനസ്സോ നമ്മളുടെ അധ്വാനമോ അല്ല, ക്രിസ്തുവിൻ്റെ കൃപയാണ് നമ്മളെ ഇതിനെല്ലാം പ്രാപ്തരാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടുജോലികൾ ചെയ്യുന്നു, രാത്രിയിൽ പകലെല്ലാം കഷ്ടപ്പെടുന്നു, എല്ലാം കഴിയും പറയണം കർത്താവേ സ്തോത്രം, അല്ലേ? നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഈശോയുടെ കൃപ. അത് പൗലോസ് അപ്പോസ്തലൻ മനോഹരമായിട്ട് പറഞ്ഞത്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവം. ആ വാക്കൊക്കെ എന്തൊരു സ്ഫുടം ചെയ്ത നിധിയാണ്. ഞാൻ എന്തായിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സ്വന്തം കഴിവിനാൽ പാപം ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. കാരണം പിശാചിൻ്റെ ആധിപത്യത്തിലാണ് നമ്മൾ. ഈശോയോട് എന്തോരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നോ അത്രയ്ക്കും മാത്രം നന്മ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കാൻ, പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിലൊക്കെ വന്ന് ഇരിക്കണം. ഈ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള നിത്യാരായൺ ചാപ്പൽ പലപ്പോഴും ശൂന്യമാണ്. സങ്കടം തോന്നാറുണ്ട്. അവിടെ കർത്താവിനെ നാട്ടുകാർക്കും ലോകത്തുള്ള എല്ലാവർക്കും വരാൻ വേണ്ടി ഇവിടെ ഇതിനകത്ത് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. അതുകൂടാതെ ആ റോഡിൻ്റെ അടുത്ത് ഗേറ്റുകൾ കൊണ്ടുപോയി വെച്ചിരിക്കുക. എന്തിനാ? വഴിയെ പോകുന്നതിനൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവോ, ഈശോയെ കണ്ടേച്ച് പോവോ, ഈശോയെ സംസാരിച്ചിട്ട് പോവോ. വെക്കുവാറ് ശൂന്യമായി തീർന്നു. നമുക്ക് വേറെ എല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ഡെയിലി പോയിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സായിപ്പിനോട് ഇങ്ങനെ പറഞ്ഞത്, അമേരിക്കയിൽ വെച്ച് ഒരു കുർബാനയിൽ പങ്കെടുത്ത ശേഷം ഉണ്ടായ മാറ്റം മൂലം അയാൾ പറയുന്നത്, അയാൾക്ക് ഇവിടുന്ന് കൊല്ലം വരെ പോകണ അകലം കാണണം വീട്ടിൽ നിന്ന് ദീപികാരുണ്യ ചാപ്പലിൽ പോകാൻ. അയാൾ 50 കൊല്ലം പള്ളി, ഞാനിവിടെ പ്രസംഗത്തിൽ പറയാറുണ്ട് ഈ അത്ഭുതത്തെപ്പറ്റി. 50 കൊല്ലം പള്ളിയിൽ പോകാതെ ജീവിച്ചൊരു മനുഷ്യനാണ് അയാൾ. ഞാൻ അർപ്പിച്ചൊരു കുർബാനയിൽ യാദൃശ്ചികമായി വന്ന് പങ്കെടുത്താണ്. അപ്പോൾ കുർബാനയിൽ ബാക്കൊന്ന് അയാൾ തിരിഞ്ഞു കേൾക്കാൻ അയാൾക്ക് അരിശമൊക്കെ വന്നെന്നാണ് പറയുന്നത്. എന്നാൽ അയാൾ കുർബാനയുടെ അകത്തുനിന്ന് പോയില്ല, അവിടെ ഇരുന്നു. അതിനുശേഷം അയാൾക്കൊന്ന് മാറ്റം പറയുകയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത് കൂടാതെ
അത്രയും ദൂരത്തിൽ പോകും. എന്തിനാ? ഒരു ദീപികാരുണ്യ ചാപ്പൽ ആരാധിക്കാൻ വേണ്ടി ഡെയിലി. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അത് കേട്ടോ. നമ്മൾ സമയമില്ലെന്ന് പറയരുത്. ഈശോയോട് കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിൽ എല്ലാവരും പരിശ്രമിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മിലേക്ക് രക്ഷ വരുന്നത് അങ്ങനെയാണ്. മുല്ലപ്പൂമണം ഏറ്റുകിടക്കും, പുല്ലിനുണ്ടാകും സൗരഭ്യം. അപ്പോൾ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഈശോയിൽ നിന്ന് നമ്മിലേക്ക് രക്ഷ ഒഴുകും. അപ്പോൾ ഈ ദീപികാരുണ്യ ചാപ്പലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ എല്ലാ ദിവസവും വന്ന് വൈകുന്നേരങ്ങളിൽ കഠിനാധ്വാനം കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം കഴിഞ്ഞതാണ്. പക്ഷെ വന്ന് കുറേ നേരം ഇരിക്കും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ? രക്ഷ സ്വീകരിക്കാൻ പറ്റുന്ന പ്രത്യേക ഒരു അനുഗ്രഹം ചോദിക്കാൻ വരരുത്. പ്രത്യേക അത് നിർത്താൻ, ആ പ്രാർത്ഥന നിർത്തണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം നിർത്തണം. അത് കർത്താവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവ് എന്താ പറയുന്നത്? വിജാതിയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്ക്, നിങ്ങൾക്ക് ഇവയെല്ലാം തന്നോളാം. അപ്പം നമ്മൾ എണ്ണിപ്പെറുക്കി നമ്മുടെ കാര്യം അന്വേഷിക്കാൻ കാര്യം എന്താണ്? നമുക്ക് അത്രയ്ക്കും വിശ്വാസം ദൈവത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ വിശ്വാസമുള്ള എന്ത് ചെയ്യും? കർത്താവിന് സന്നിധി വന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ വിശ്വാസമുള്ളവൻ കർത്താവിന് സന്നിധി വന്നിട്ട് കർത്താവിനെ സ്നേഹിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കും. ആണ് ബെനഡിക്ട് പാപ്പ ഒരിക്കലും ഇങ്ങനെ പഠിപ്പിച്ചത്, എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമേ മനുഷ്യജീവികൾക്ക് തങ്ങളെ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അത് ഒരു നിധി പോലെ ഞാൻ ആ വാക്ക് കാണാപ്പുറം പഠിച്ചു വച്ചിരിക്കുക. പിന്നെ ഞാൻ പറയാം, എല്ലാറ്റിലുപരിയായി ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമേ മനുഷ്യജീവികൾക്ക് തങ്ങളെ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഫലദായകമാകുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതവും മരണവും ഫലദായകമാകുന്നത് അയാൾ ദൈവത്തെ എത്രമാത്രം ആരാധിച്ചു സ്നേഹിച്ചു എന്നതിന് ആസ്പദമാണ്. അപ്പോൾ സർവപ്രധാനമായ കാര്യം എന്താ? ദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക. അതിന് ചേർന്ന വണ്ണം നമ്മുടെ പ്രവൃത്തികൾ വരണം. അത് രണ്ടും കണ്ടായിട്ട് നിൽക്കാൻ പാടില്ല. അതിന് ചേർന്ന വണ്ണം നമ്മുടെ പ്രവൃത്തികളും വരണം. അപ്പോൾ നമ്മൾ അംഗീകരിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയല്ലേ? നമ്മൾ എന്തെല്ലാം ചെയ്ത് കൂട്ടി അസ്വസ്ഥതയാണല്ലോ. എന്തോ ഒരു അസ്വസ്ഥത. എന്തേ അസ്വസ്ഥയ്ക്ക് കാരണം? അസ്വസ്ഥതയ്ക്ക് കാരണം നമ്മൾ ദൈവം ആഗ്രഹിക്കാൻ ജീവിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ വിചാരം അസ്വസ്ഥയ്ക്ക് കാരണം അതാണ് ഇത്. അല്ലല്ല, നമുക്ക് അസ്വസ്ഥതയ്ക്ക് കാരണം വേറെ ആരുമല്ല. നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്തത് കൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് പനി വരുന്നു. എൻ്റെ കാര്യം എന്താ കാര്യം? പനി ഒരു ലക്ഷണമാണ് അല്ലേ? പനി വന്നില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുകയില്ല. പനി ഒരു ലക്ഷണമാണ്, പനി രോഗമല്ല. ആ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല, അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കണേ? നേഴ്സ് പറഞ്ഞു. ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു സിഗ്നലാണ് പനി. അത് പനി വന്നില്ല നമ്മളിങ്ങനെ അറിയും. അപ്പോൾ പനിയെന്ന് ആരംഭിച്ച് ഡോക്ടർ എന്ത് ചെയ്യും? എന്താ ഈ പനിക്ക് കാരണം? എന്താ അതിൻ്റെ കാരണം? എന്താ കണ്ടുപിടിച്ച് പിന്നെ അയ്യോ ക്യാൻസറാണ് പിന്നെ കണ്ടുപിടിക്കുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് അസ്വസ്ഥത ഉണ്ടോ? അർത്ഥം ആ കാരണവും ഈ വ്യക്തിയും ആ സാഹചര്യവും അല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ അസ്വസ്ഥത കാരണം. നമ്മൾ ജീവിക്കേണ്ടത് പോലെ ജീവിക്കുന്നില്ല. ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവവുമായി ഗാഢസ്നേഹബന്ധത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മുടെ മറ്റുള്ളവരെ അഗാധമായി സ്നേഹിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ജീവിക്കാതെ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത. അത് നല്ലതാ, ലക്ഷണം നല്ല ഒരു ലക്ഷണമാണ്. അസ്വസ്ഥത എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ ജീവിക്കേണ്ട പോലെ ജീവിച്ചിട്ടില്ല, ചേഞ്ച് ചെയ്യണം, തിരുത്തണം. അല്ലേ? ഇലക്ഷൻ തോറ്റപ്പോഴേക്ക് രാഷ്ട്രീയക്കാർ പറഞ്ഞില്ലേ, തിരുത്തണം. വോട്ട് കിട്ടിയില്ല, അപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ? തിരുത്താനുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ വോട്ട് പോയെന്ന് അർത്ഥം, വോട്ട് കിട്ടണില്ല. അപ്പോൾ തിരുത്തണം, നമ്മൾ തിരുത്തണം. നമുക്ക് ഈ ഒരു പ്രബോധനം കൂടി കേൾക്കാം. ഒരു പ്രബോധനം കൂടി ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പ്രബോധനം
കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 420 കണ്ണി അതിങ്ങനെയാണ്: പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിൻ്റെ മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്.